പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഈ ഗ്യാസ് കിട്ടാതായതോടെ നമ്മുടെയൊക്കെ അടുക്കളയിൽ പലരും വിറകടുപ്പിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. വിറകടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ ഈ ഒരു അനുഭവം നമ്മൾ ഓർക്കുക. കൊല്ലം പത്തനാപുരത്ത് ഷംന മുജീബ് എന്ന 27 വയസ്സുള്ളൊരു യുവതി കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവർ വിറകടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് വേഗം കത്താൻ വേണ്ടി എന്തോ ദ്രാവകം അതിൽ കൊഴിച്ചു, വേഗം കത്തിപ്പിടിക്കാൻ വരുന്ന ദ്രാവകം. പക്ഷെ ആ ഒരു പെട്ടെന്നത് ഒഴിക്കലും അടുപ്പിൽ നിന്ന് ആ തീ മേലാകെ പടർന്നു. അത് ഷോളിൻ ഡ്രസ്സിലേക്ക് മാറി. പലപ്പോഴും സ്ത്രീകളുടെ കയ്യിലുള്ള ഡ്രസ്സ് ഒന്നുകിൽ പോളിസ്റ്ററോ മറ്റോ വേഗത്തിൽ തീ പിടിക്കാവുന്നതായിരിക്കാം. ഒന്നാകെ കത്തിപ്പിടിച്ചു. ഈ ഷംന മുജീബ് എന്ന 27 വയസ്സുകാരി 3 കുട്ടികളുടെ ഉമ്മയാണ്, മുജീബിൻ്റെ ഭാര്യയാണ്. മേലാസകലം പൊള്ളി ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസമാണ് ഷംന മുജീബ് മരണത്തിന് കീഴടങ്ങിയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ തിരിച്ചറിയാം, ഒരു പക്ഷേ പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾക്ക് അടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയില്ല. പഴയ ഉമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു കാലവും ഭക്ഷണം അടുപ്പിൽ പാചകം ചെയ്ത ആളുകളാണ്. പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ വീടുകളിൽ അടുക്കളയിൽ ഒരു പക്ഷേ വിറകിൻ്റെ അടുപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് വേഗം കത്താലോ എന്ന് കരുതിയിട്ട് വല്ല മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെട്രോൾ എന്തെങ്കിലും കെമിക്കലോ ഒഴിച്ചിട്ട് അങ്ങനെ ചില അതിബുദ്ധി കാണിക്കുന്നവരുണ്ട്. വലിയ അപകടം സൃഷ്ടിക്കും. നമ്മളിട്ട ഡ്രസ്സ് എന്താണ് അതൊക്കെ നോക്കണം. പെട്ടെന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഒരു യുവതിയുടെ അനുഭവം ഒരു പാഠമാക്കി മാറ്റാം. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അതോടൊപ്പം തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് അടുപ്പിലേക്ക് നമ്മളൊരു കടലാസിൽ നമ്മൾ ലൈറ്ററോ മറ്റോ തീപ്പൊട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഒരു കടലാസിൽ കത്തിച്ചിട്ട് മെല്ലെ അതിലേക്ക് ഇടുക. പിന്നെ സ്ത്രീകൾക്ക് അറിയാലോ, വേഗത്തിൽ കത്താൻ വേണ്ടി നമ്മൾ മണ്ണെണ്ണയും മറ്റൊന്നും ഒഴിക്കണം എന്നില്ല. അഥവാ ഇനി അതിൽ വല്ല വിറകിലോ മറ്റോ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കടലാസ് കത്തിച്ചിട്ട് അങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി. നമ്മൾ ഉപയോഗിക്കുന്നതിൽ എന്ത് ചെയ്യരുത്, കുപ്പിയിൽ നിന്ന് നേരെ എടുത്തിട്ട് ഒഴിക്കരുത്. ഒന്നാകെ തീ ആളിപ്പടരും, നമ്മുടെ ലൈഫേ എന്ത് ചെയ്യും, ഇല്ലാതാവും. അത് വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ ഒരു അപകടം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം നമ്മളെല്ലാവരും ആ ഒരു ഷംന മുജീബിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ഈ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ.